തമിഴിൽ നിന്ന് ജൂലൈ 25-ന് പുറത്തിറങ്ങിയത് രണ്ട് പ്രധാന സിനിമകളാണ്. വൻ ആക്ഷനോ മാസ് ഹീറോയിക് മൊമെന്റുകളോ ഉള്ള സിനിമകളായിരുന്നില്ല അവ രണ്ടും. അതിനാൽ തന്നെ രണ്ടിനും വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഫഹദ് ഫാസിൽ വടിവേലു കോംബോയുടെ ഡ്രാമ ത്രില്ലർ മാരീശൻ, വിജയ് സേതുപതി നിത്യ മേനോൻ കോംബോയുടെ റൊമാൻറ്റിക് കോമഡി ചിത്രം തലൈവൻ തലൈവി എന്നിവയാണ് ആ സിനിമകൾ. ഫഹദ് വടിവേലു കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്നത് തന്നെയായിരുന്നു മാരീശന്റെ ഹൈലൈറ്റ്. മാമന്നനിലെ ഇരുവരുടെയും പെർഫോമൻസ് തന്നെയാണ് അതിന് കാരണം. ഇരുവരിലും പ്രേക്ഷകർ വെച്ച പ്രതീക്ഷ വിജയം കണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തലൈവൻ തലൈവി അതേസമയം ടൂറിസ്റ്റ് ഫാമിലിയെ പോലെ അപ്രതീക്ഷിത ഹിറ്റായി മാറിയിരിക്കുകയാണ്. കളക്ഷൻ കണക്കുകളിൽ കുതിക്കുകയാണ് ഇരു സിനിമകളും. അതേ ദിവസം പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ഫാന്റാസ്റ്റിക് ഫോറും വമ്പൻ റിപ്പോർട്ടുകളുമായി മുന്നേറുകയാണ്. ഈ സിനിമകളുടെയെല്ലാം കളക്ഷൻ എത്രയെന്ന് പരിശോധിക്കാം. ഒരു RX-100 ബൈക്കും എടുത്ത് ഫഹദ് വടിവേലിനെയും കൊണ്ട് പോകുന്ന യാത്രയാണ് മാരീശൻ്റേത്. ഒരു റോഡ് മൂവിയുടെ ഇമോഷനുകളെല്ലാം സിനിമയിൽ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഫീൽ ഗുഡ് മൂഡിൽ പോകുന്ന ആദ്യ പകുതിയും ഉദ്യോഗഭരിതമാകുന്ന രണ്ടാം പകുതിയുമാണ് സിനിമയ്ക്കുള്ളത്. മികച്ച റിവ്യൂകൾ വരുമ്പോഴും മാരീശന്റെ കളക്ഷൻ പതിഞ്ഞ രീതിയിലാണ് ഉയരുന്നത്. ആദ്യ ദിനം 0.75 കോടിയാണ് ചിത്രത്തിന്റെ ഇന്ത്യ നെറ്റ് കളക്ഷൻ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളായ സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാം ദിനം 1.37 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം മൂന്നാം ദിനം 1.39 കോടിക്ക് മുകളിൽ നെറ്റ് കളക്ഷൻ നേടി. എന്നാൽ നാലാം ദിവസം കളക്ഷൻ വീണ്ടും കുത്തനെ താഴുന്ന കാഴ്ചയാണുള്ളത്. 40 ലക്ഷം പോലും നെറ്റ് കളക്ഷൻ ചിത്രത്തിന് നേടാനായില്ലെന്നാണ് സാഗ്നിൽക്കിന്റെ റിപ്പോർട്ട്. വേൾഡ് വൈഡായി ഇതിനോടകം ചിത്രം 5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സുധീർ ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് RB ചൗധരിയാണ്. കേരള ബോക്സ് ഓഫീസിൽ 4 ദിവസം കൊണ്ട് 1 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാനായിട്ടുണ്ട്. ഒരു കുടുംബ പശ്ചാത്തലത്തിലെത്തിയ വിജയ് സേതുപതിയുടെ തലൈവൻ തലൈവി മാരീശിനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഈ വർഷം പൊതുവെ തമിഴ് സിനിമകളിൽ ഫാമിലി മൂവീസ് അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയിട്ടുണ്ട്. ടൂറിസ്റ്റ് ഫാമിലി, സൂര്യയുടെ മാമൻ, വിശാലിന്റെ മതഗജരാജ തുടങ്ങിയ ഈ ലിസ്റ്റിലേക്കാണ് തലൈവൻ തലൈവിയും എത്തുന്നത്. ആദ്യ ദിനം 5.2 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഇന്ത്യ നെറ്റ് കളക്ഷൻ. രണ്ടാം ദിവസം 7 കോടിക്ക് മുകളിലും മൂന്നാം ദിവസം 10 കോടി കഴുത്തും സിനിമ നേടി. 26 കോടിക്ക് മുകളിൽ ടോട്ടൽ നെറ്റ് കളക്ഷൻ നേടിയ സിനിമ ആഗോളതലത്തിൽ 34 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് 70 ലക്ഷത്തിന് മുകളിലാണ് സിനിമയ്ക്ക് നേടാനായത്. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത സിനിമ സത്യജ്യോതി ഫിലിംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഹോളിവുഡിൽ നിന്ന് ഏവരും കാത്തിരുന്ന സിനിമയാണ് മാർവലിന്റെ ഫാന്റാസ്റ്റിക് ഫോർ. തണ്ടർബോൾട്സ് നേടിയ വിജയം ഫാന്റാസ്റ്റിക് ഫോറിലൂടെ മാർവൽ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് ഡൊമസ്റ്റിക്കലി $117 മില്യൺ മുകളിൽ നേടിയ ചിത്രം വേൾഡ് വൈഡായി 218 മില്യൺ മുകളിൽ കളക്ഷൻ നേടി. സൂപ്പർമാൻ നേടിയ 220 മില്യൺ ക്രോസ് ചെയ്യാൻ മാർവൽ ചിത്രത്തിന് സാധിച്ചില്ല. കേരളത്തിൽ നിന്ന് ഫാന്റാസ്റ്റിക് ഫോർ 1.2 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട്. അതേസമയം ബ്രാഡ് പിറ്റിന്റെ F1 DC-യുടെ സൂപ്പർമാനും 500 മില്യൺ മാർക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. ജുറാസിക് വേൾഡ് റീബർത്ത് 700 മില്യൺ മാർക്കും കടന്നിട്ടുണ്ട്. ജൂലൈ 18-ന് പുറത്തിറങ്ങിയ മോഹിത് സൂരിയുടെ മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമ ചിത്രം സയ്യാര റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. ഡൊമസ്റ്റിക്കലി 250 കോടിക്ക് മുകളിൽ നേടിയ സിനിമ ആഗോളതലത്തിൽ 373 കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു. ആമിർ ഖാന്റെ സിതാരെ സമീൻ പർ, റെയ്ഡ് 2, ഹൗസ്ഫുൾ 5 തുടങ്ങി വൻ ബഡ്ജറ്റിലെത്തിയ സിനിമകളെ കടത്തിവെട്ടി ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ബോളിവുഡ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാമതായി മാറിയിരിക്കുകയാണ് സിനിമ. ചിത്രം ഓട്ടം അവസാനിപ്പിക്കുമ്പോൾ 500 കോടിക്ക് മുകളിൽ നേടിയേക്കുമെന്നാണ് നിരൂപകർ വിലയിരുത്തുന്നത്. ഇന്ത്യൻ സിനിമാ ലോകം കാത്തിരിക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് 14. ഹൃത്തിക് റോഷൻ ജൂനിയർ NTR കോംബോയുടെ വാർ 2, തലൈവർ ലോകേഷ് കോംബോയുടെ കൂലി, രണ്ട് സിനിമകളും പ്രതീക്ഷ വയ്ക്കുന്നത് 1000 കോടി മാർക്കിലാണ്. ഇയർ ടോപ്പറാക്കാൻ പ്രേക്ഷകർ പ്രതീക്ഷ വയ്ക്കുന്നതും ഈ സിനിമകളിൽ തന്നെ. കാത്തിരുന്നറിയാം ബോക്സ് ഓഫീസിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കുന്ന മാജിക്കുകൾ എന്തെല്ലാമായിരിക്കുമെന്ന്.